മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾക്ക് മരം വിറ്റ ആദിവാസികളടക്കമുള്ള കർഷകർക്കെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി നീക്കം. തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതികൾ മരം വാങ്ങിയത് എന്നുള്ള വാദമുന്നയിച്ചുള്ള അപ്പീൽ അപാകതയാരോപിച്ച് തള്ളി. നോട്ടീസ് നടപടിക്രമം മാത്രമാണെന്നാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം. അതേസമയം മുഖ്യപ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരായ കേസുകളിൽ പോലീസ് കുറ്റപത്രം നൽകുന്നത് ഇഴയുകയാണ്. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നീ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ ആദിവാസികളടക്കമുള്ള കർഷകരിൽ നിന്നാണ് വ്യാപകമായി വീട്ടുമരങ്ങൾ വാങ്ങിയത്. അതിൽ 29 കർഷകർക്കാണ് റവന്യൂ വകുപ്പ് KLC പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവുണ്ടെന്നും മരങ്ങൾ മുറിക്കുന്നതിന് നിയമപ്രശ്നമില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് തങ്ങളിൽ നിന്ന് മരം വാങ്ങിയതെന്നാണ് കർഷകരുടെ അപ്പീലിലെ വാദം. എന്നാൽ ഈ അപ്പീലിൽ അപാകത ഉണ്ടെന്ന് ഉന്നയിച്ചാണ് അധികൃതർ തള്ളിയിരിക്കുന്നത്. എന്താണ് അപാകതയെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടില്ല. അപാകത പരിഹരിച്ച് അപ്പീൽ വീണ്ടും നൽകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 11-ന് കർഷകർക്ക് വീണ്ടും നോട്ടീസ് നൽകി. 15 ദിവസത്തെ സമയവും അനുവദിച്ചു. എന്നാൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ ഭൂരിഭാഗവും ഇതിന് മറുപടി നൽകിയിട്ടില്ല. ചതിയിൽപ്പെടുത്താണ് ചെയ്തത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടാത്മഹത്യ ചെയ്യാന്നല്ലാണ്ട് ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. അല്ല, എനിക്ക് 15 ലക്ഷം വന്നു, ഇവർക്ക് 12 ലക്ഷത്തിന്റെ മുകളിൽ വന്നു. കർഷകരെ ദ്രോഹിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും നോട്ടീസ് നടപടിക്രമം മാത്രമാണെന്നുമാണ് റവന്യൂ മന്ത്രി K. രാജന്റെ വിശദീകരണം. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അതിൽ പെട്ടുപോയതായിട്ടുള്ള കർഷകരോട് ഒരു വിധത്തിലുള്ള ദ്രോഹ നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. സർക്കാരിന് ആ വിധത്തിൽ അഭിപ്രായമില്ല. മുഖ്യപ്രതികൾക്കെതിരായ കേസുകളിൽ അനുബന്ധ കുറ്റപത്രം പോലും ഇതുവരെ മുഴുവനായി സമർപ്പിച്ചിട്ടില്ല. 40ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. അഗസ്റ്റിൻ സഹോദരന്മാർ പ്രതികളായ 4 കേസുകളിൽ കൂടി ഇനിയും കുറ്റപത്രം സമർപ്പിക്കാനുണ്ട്. കർഷകർക്കെതിരെ നടപടിക്ക് നീക്കം നടക്കുമ്പോൾ മുഖ്യപ്രതികൾ സംരക്ഷിക്കപ്പെടുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.